നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് കൊച്ചി രൂപതാംഗമായിരുന്ന ദൈവദാസൻ ലോറൻസ് പുളിയനത്തച്ഛൻ്റെ ജീവിതമാണ്. ജീവിതത്തിലെ സഹനങ്ങളും രോഗപീഠകളുമെല്ലാം നിശബ്ദം സഹിച്ചു മറ്റാരെയും അറിയിക്കാതെ ഈ വേദനകളെല്ലാം അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്കായി അദ്ദേഹം കാഴ്ചവെച്ചു. ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം കണ്ടുമുട്ടിയ എല്ലാവർക്കും ആശ്വാസവും സ്നേഹവും പങ്കുവച്ചു. അച്ഛൻ്റെ ജീവിതത്തെ കുറച്ച് ആഴത്തിൽ നമുക്ക് ഇന്നത്തെ ദിവസം പരിചയപ്പെടാം. നമ്മൾ കൊച്ചി കായലിലൂടെ ആയിരുന്നു നമ്മുടെ യാത്ര. നമ്മളിത് എടക്കൊച്ചി സെയിൻറ്റ് ലോറൻസ് ദേവാലയത്തിൻ്റെ ആ ഒരു വള്ളമെടുക്കുന്ന ജെട്ടിയിലേക്ക് എത്തുന്നു. അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭൂരിഭാഗം സമയം അച്ഛൻ്റെ യാത്ര ഇതുപോലെ വള്ളത്തിലായിരുന്നു. ദൈവദാസൻ ലോറൻസ് പുളിയനത്ത് 1898 ഓഗസ്റ്റ് 8 ജനനം. 1926 ഒക്ടോബർ 3 പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. 1961 ഫെബ്രുവരി 20 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. 2011 ഫെബ്രുവരി 4 മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്ത് ദൈവദാസനായി പ്രഖ്യാപിക്കപ്പെട്ടു. അതായത് നമ്മുടെ ലോറൻസ് അച്ഛനെ ഈ അച്ഛനായിരുന്ന സമയത്ത് ഇന്നത്തെ പോലെ കാറും ബസ്സും അത്രയും സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഈ കുമ്പളങ്ങി, പെരുമ്പടപ്പ്, കുമ്പളം ഇത്രയും സ്ഥലങ്ങളും അത്രയും വിശാലമായിട്ടാണ് കിടന്നു. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ ആവശ്യത്തിന് അവിടെ വീടുകൾ, പ്രത്യേകിച്ച് മരണത്തിനൊക്കെ സമയങ്ങളിൽ അച്ഛൻ അവിടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന വള്ളത്തിലാണ്. ചില സമയങ്ങളിൽ അങ്ങനെ വരുമ്പോൾ ഭയങ്കര കാറ്റൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു അപകടവും കൂടാതെ യാത്ര ഇവിടെ അവസാനിക്കുമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പള്ളിയിലേക്ക് കയറാൻ പോവാം. ഇത് ഏത് വിശുദ്ധന്റെ മധ്യസ്ഥത്തിലുള്ള പള്ളിയാണെന്നറിയോ? സെയിൻറ്റ് ലോറൻസ്. സെയിൻറ്റ് ലോറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ട് കേൾക്കും അല്ലേ? അങ്ങനെ ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നു. റോമിൽ നിന്നുള്ള രക്തസാക്ഷിയാണ് സെയിൻറ്റ് ലോറൻസ്. എങ്ങനെയാണ് വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചതെന്നും നിങ്ങൾക്കറിയാൻ വഴിയില്ല. ആൻറ്റി പറയാം. അന്നത്തെ കാലത്ത് വളരെ ക്രൂരമായിട്ടായിരുന്നു വിശ്വാസത്തിന് വേണ്ടി വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളെ മരണത്തിലേക്ക് വിട്ടുകൊണ്ടിരുന്നത്. ഗ്യാസ് ചേമ്പർ കയറ്റി കൊല്ലുക. സെയിൻറ്റ് ലോറൻസിനെ വധിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തിളച്ച എണ്ണയിലേക്ക് ഇടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ സെയിൻറ്റ് ലോറൻസ് എണ്ണയിൽ കിടക്കുമ്പോഴും പറഞ്ഞു, എൻ്റെ ഈ ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ മറിച്ചിട്ടുകൊള്ളുക. അത്രയും വളരെ ശാന്തമായി ധൈര്യമായിട്ട് മരണം കർത്താവിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി മരണം സ്വീകരിച്ച രക്തസാക്ഷിയാണ്. അപ്പം സെയിൻറ്റ് ലോറൻസിൻ്റെ അതേ പേരുകാരനാണ് നമ്മുടെ ലോറൻസ് അച്ഛൻ. അപ്പം ആ ഒരു വിശുദ്ധൻ്റെ നാമധേയത്തിലുള്ള പള്ളിയിൽ തന്നെ വികാരി അച്ഛനായിട്ട് ഇരിക്കാനും പറ്റി. ഇനി നമുക്ക് പള്ളിക്കകത്തേക്ക് പോവാം. ഓൾട്ടർ ശ്രദ്ധിച്ചോ എല്ലാവരും? പഴയ മാതൃകയിലുള്ള ഓൾട്ടറാണ്. വിശുദ്ധ ലോറൻസിൻ്റെ സ്റ്റാച്യു ആണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ദേവദാസൻ ലോറൻസ് അച്ഛൻ 33 വർഷം ഈ ഇടവകയിലായിരുന്നു. എന്താ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്? എന്താ നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈ സമയത്ത്? രക്തസാക്ഷിത്വം വരിക്കാനുള്ള വിശ്വാസവും ധൈര്യവും കിട്ടാനായിട്ട് അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് വിശുദ്ധ ലോറൻസിനോട് മധ്യസ്ഥം ചോദിക്കാം. ദേവദാസൻ ലോറൻസ് അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ഈ പള്ളിയിലെ മുൻ വികാരിയായിരുന്ന ജേക്കബ് അച്ഛനെ കാണാൻ പോവുക. അച്ഛൻ്റെ കാലത്തായിരുന്നു മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിന് ദേവദാസനായിട്ട് പ്രഖ്യാപിച്ചത്. നമ്മൾ അച്ഛനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവില്ലേ അച്ഛനെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട്? അപ്പം നമുക്ക് ചോദിക്കാം. അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. ഇത് കണ്ടോ, ഇത് ഒത്തിരി പഴക്കമുള്ള 100-200 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ഈ സ്റ്റെയർ കേസ് കണ്ടോ, സ്റ്റെപ്പ്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ മാർബിളും ഗ്രാനൈറ്റൊക്കെ അല്ലേ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കും. ഇവിടെയും കണ്ടോ, സ്റ്റെപ്പ് മാത്രമല്ല ഇവിടെ എല്ലാം തടിയാണ് വെച്ചിരിക്കണം. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് ഫാദർ ജേക്കബ് കയ്യാല, നമ്മുടെ ദേവദാസൻ ലോറൻസ് അച്ഛനെ ദേവദാസനായിട്ട് പ്രഖ്യാപിച്ചത്
ജേക്കബ് അച്ഛൻ വികാരിയായിരുന്ന സമയത്താണ്. ഇപ്പോഴത്തെ വികാരി അച്ഛൻ അലക്സ് അച്ഛനാണ്. അച്ഛൻ സ്ഥലത്തില്ല. അച്ഛൻ ചുമതലപ്പെടുത്തിയതാണ് ജേക്കബ് അച്ഛന്. അച്ഛൻ ഒത്തിരി തിരക്കുള്ള ആളാണ്. നമ്മൾ വരുന്നത് കൊണ്ടാണ് അച്ഛൻ ഇവിടെ നമുക്ക് വേണ്ടി ഈ സമയം സ്പെൻഡ് ചെയ്യുന്നത്. കൊള്ളാം, നല്ല കുട്ടികൾ. നിങ്ങൾ ഇവിടെ ലോറൻസ് അച്ഛനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ അച്ഛനെ കുറിച്ച് എന്താണ് അറിയേണ്ടത് എന്നോട് ചോദിക്കാൻ ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം. ഫാദർ, ലോറൻസ് അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛനെ സ്പർശിച്ചത് എന്താണ്? അച്ഛൻ പാവപ്പെട്ടവരോട് വളരെയധികം പരിഗണന കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതാണ് എന്നെ സ്പർശിച്ച ഏറ്റവും വലിയൊരു കാര്യം. അച്ഛൻ്റെ ജീവിതകാലത്ത് മുഴുവൻ സമയവും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് ജീവിച്ച മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെ തെളിവാണ് അച്ഛൻ മരിച്ചിട്ട് അച്ഛൻ്റെ കുഴിമാടത്തിൽ സദാസമയവും ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയും നൂറുകണക്കിന് മെഴുതിരികൾ കത്തിച്ചുകൊണ്ട് ആളുകൾ അവർക്കിട്ട് സ്നേഹവും വിശ്വാസവും ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ 5 വർഷമായി. ഈ 5 വർഷക്കാലത്തിൽ എനിക്ക് വളരെ സ്പർശിച്ചിട്ടുള്ളത് അച്ഛനിൽ നിന്ന് അച്ഛൻ വഴി കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി ആളുകൾ ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ പ്രചോദനമായിരുന്നു എനിക്ക്. ലോറൻസ് അച്ഛൻ പാവപ്പെട്ടവരോട് എങ്ങനെയായിരുന്നു? വളരെയധികം പരിഗണന. ഞാൻ പറഞ്ഞില്ലേ, കയ്യിൽ കിട്ടുന്ന എന്തും അച്ഛൻ മറ്റുള്ളവർക്ക് കൊടുക്കും. ഒന്നും അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, ഒന്നും നീക്കി വെച്ചിരുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ അടുത്ത പാവപ്പെട്ടവൻ ചോദിച്ചു വരുമ്പോൾ അതുടനെ അവർക്കെടുത്ത് കൊടുക്കും. അത് പള്ളിയുടെ കാശൊന്നുണ്ടാവും, കുർബാനയുടെ കാശൊന്നുണ്ടാവാം, എന്തായാലും. ഇപ്പോൾ ഒരിക്കൽ ഒരു സംഭവം പറഞ്ഞത്, ഒരു സ്ത്രീ വന്ന് അച്ഛനോട് വളരെ ദയനീയമായിട്ട് സഹായം ചോദിച്ചു. അച്ഛൻ്റെ അടുത്ത് ഒന്നുമില്ലാഞ്ഞ് കൊടുക്കാനായിട്ട്. അച്ഛന് പുറത്ത് കസേരയിൽ ഇരിക്കുകയായിരുന്നു. അച്ഛനിവിടെ അച്ഛൻ്റെ മുറിയാണിത്, അച്ഛൻ ജീവിച്ചിരുന്ന മുറിയാണിത്, കിടന്നിരുന്ന അപ്പുറത്ത്. അപ്പോൾ അച്ഛൻ ഒരു ചാരി കസേരയുണ്ട്, നിങ്ങൾ മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ കാണാം. പുറത്ത് ആ കസേരയിൽ അച്ഛൻ കിടക്കുമായിരുന്നു. ഒരു പാവപ്പെട്ട സ്ത്രീ വന്ന് സഹായം ചോദിച്ചു. അച്ഛന് കൊടുക്കാനൊന്നുമില്ലായിരുന്നു കൈവശം. അച്ഛൻ പറഞ്ഞു, നീ പള്ളിയിൽ പോയി പ്രാർത്ഥിക്ക്, ഈശോ എന്തെങ്കിലും വഴി കാണിച്ചു തരും. അപ്പോൾ അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് വേറൊരാൾ കൊണ്ടുവന്ന് അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് എന്തോ കാശ് കൊടുത്ത്, ആർക്കെങ്കിലും കൊടുത്തേക്കച്ച പാവപ്പെട്ടവർക്കെന്ന്. അപ്പോൾ അച്ഛൻ അയാളോട് തന്നെ പറഞ്ഞു, താൻ അങ്ങോട്ട് പോകുമ്പോൾ പള്ളിയിലൊരു സ്ത്രീ ഉണ്ടാവും, അവരോട് ഇങ്ങോട്ട് വരാൻ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പോകുന്ന വഴിക്ക് പോയി അവരോട് പറഞ്ഞു, ആ സ്ത്രീയെ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടു. കിട്ടിയ പൈസ അവർക്ക് അങ്ങോട്ട് കൊടുത്തു. അതായിരുന്നു അച്ഛൻ്റെ പ്രകൃതം. ലോറൻസ് അച്ഛൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു? വളരെ സിമ്പിളായിട്ട് ജീവിച്ച ഒരു വൈദികനായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ സമകാലികരായിട്ടുള്ളവർ, അച്ഛനോടൊപ്പം ജീവിച്ചിരുന്നവരിൽ നിന്നുള്ള കേട്ടറിവാണ് നമുക്കുള്ളത്. അപ്പം അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 50 കൊല്ലം കഴിഞ്ഞു. അന്നത്തെ ആളുകളൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വളരെ ലളിതമായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ, ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലുത് തന്നെക്കാളുപരി തനിക്കുള്ളതിനേക്കാളും കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിച്ച ആളാണ്. അതായിരുന്നു അച്ഛൻ്റെ ജീവിതശൈലി. വളരെ ലളിതമായ ജീവിതശൈലി. പിന്നെ അച്ഛനൊരു അന്ന് വള്ളത്തിനാണ് യാത്ര മുഴുവൻ. അച്ഛന് വള്ളമുണ്ട്, ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ആ വള്ളം എപ്പോൾ വേണമെങ്കിലും ആർക്കും എടുക്കാം. രോഗികളെ കൊണ്ടുപോകാനായിട്ട്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒക്കെ അച്ഛൻ്റെ വള്ളമാണ് ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നത്. അത് അച്ഛൻ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായിട്ട് അവിടെ കെട്ടിയിട്ടിരിക്കും. അച്ഛന് എന്ത് രോഗമായിരുന്നു? അച്ഛന് തുടർച്ചയായിട്ടുള്ള വയറുവേദനയും ഛർദിയുമായിരുന്നു. എന്നിട്ട് അച്ഛൻ രാത്രികാലങ്ങളിൽ മുഴുവൻ ഛർദിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ അപ്പുറത്താണ് കിടന്നിരുന്നത്, അടുക്കളയുടെ ഭാഗത്താണ് കിടക്കുന്നത്. കാരണം ഛർദിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതിരാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്കും വരണം. ഇപ്പോൾ പകൽ മുഴുവൻ, രാത്രി മുഴുവൻ ഈ ഛർദിലും രോഗത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രയാസവും ഉണ്ടെങ്കിലും ഉറങ്ങില്ല അച്ഛൻ, ഉറക്കമുണ്ടാവില്ല. എങ്കിലും രാവിലെ കുർബാനയ്ക്ക് അച്ഛൻ എത്തിയിരിക്കും. അപ്പോൾ രോഗം ഈ വയറുവേദന തന്നെയാണ്. അത് മൂർച്ഛിച്ചാണ് അച്ഛനെ ആശുപത്രിയിലാക്കുന്നതും അവിടെ വെച്ച് അച്ഛൻ മരിക്കുന്നതും. ഈ ബിൽഡിങ്ങിലാണോ ലോറൻസ് അച്ഛൻ താമസിച്ചിരുന്നത്? അതെ, അച്ഛൻ താമസിച്ചിരുന്ന കെട്ടിടവും ഇത് തന്നെയാണ്. ഇതിന് ഏകദേശം ഒരു 200 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ്, ഒത്തിരി പഴക്കമുള്ളതാണ്. അപ്പോൾ ഈ മുറിയും ഇതിനപ്പുറത്തെ മുറിയും ആ ഭാഗവുമാണ് അച്ഛൻ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അച്ഛൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന മുറി ഇതും പുറകിലെ ഭാഗമാണെന്ന് പറയുന്നു. പിന്നെ ആ വരാന്തയിൽ അച്ഛൻ്റെ ചാരുകസേരയിൽ കിടക്കുമായിരുന്നു. അപ്പോൾ പ്രാക്ടിക്കലി ഇവിടെയാണ് അച്ഛൻ ജീവിച്ചത്. ഓക്കെ, അപ്പോൾ മക്കളെ നന്ദിയുണ്ട് ഇവിടെ വന്നതിൽ, അച്ഛനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിൽ. അപ്പോൾ അച്ഛൻ്റെ ജീവിതം നിങ്ങൾക്കും പ്രചോദനമായിരിക്കട്ടെ. പിന്നെ ഈശോയ്ക്ക് വേണ്ടിയിട്ട്, സഭയ്ക്ക് വേണ്ടിയിട്ട്, മനുഷ്യർക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിക്കാനായിട്ട്
ഇതിനും ഈ അച്ഛൻ്റെ ജീവിതം നിങ്ങൾക്ക് പ്രേരകമായിട്ട് മാറണം കേട്ടോ. ഇത് അച്ഛനെക്കുറിച്ചുള്ള ചെറിയ ജീവചരിത്രവും അച്ഛൻ്റെ പടവുമാണ്. ഇത് എല്ലാവരുടെ കയ്യിലിരിക്കട്ടെ. നമ്മളിത് ലോറൻസ് അച്ഛൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന പൂജ്യമായി കരുതുന്ന മ്യൂസിയമായിരുന്നു. ഇത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന കുർബാനയുടെ കുപ്പായങ്ങളാണ്. ആ നടുക്ക് കിടക്കുന്ന വെള്ള ഉടുപ്പ് കണ്ടോ, അത് മോൺസിഞ്ഞോർ ആയി കഴിയുമ്പോൾ അതിനുശേഷം മോൺസിഞ്ഞോർ ആയതിനു ശേഷം ഇട്ടിരുന്ന ഉടുപ്പാണത്. ഇതെന്തോന്ന് മനസ്സിലായോ? കണ്ടിട്ടുണ്ടോ ഇത്? ഇല്ല. ഇത് പഴയ കാലത്ത്, ഇന്ന് നമുക്ക് എഴുതണമെങ്കിൽ ബുക്കും പേനയൊക്കെ ഇല്ലേ, അന്നത്തെ കാലത്ത് ഇത് താളിയോല എന്ന് പറയും. ഇതിലായിരുന്നു എഴുതിയിരുന്നത്. അപ്പം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അച്ഛനല്ലാണ്ട് ഒത്തിരി വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അച്ഛൻ്റെ ലേഖനങ്ങൾ ഇത് കണ്ടോ, ഇത് മുഴുവൻ അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. അത് മനസ്സിലായോ തൊപ്പി എന്താന്ന്? അതായത് ശരിക്കും അച്ഛൻ മോൺസിഞ്ഞോർ ആയി കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സ്ഥാനചിഹ്നമാണ് ആ തൊപ്പി. ഇത് ആ തൊപ്പിയും അത് വടിയും അച്ഛൻ്റെ വേഷത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഈ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ തൊപ്പിയും ഈ വടിയും ഉണ്ടാവും. അത് സൂക്ഷിച്ചിട്ട്, ആ വടി പകുതിയേ ഉള്ളൂ, ഒടിഞ്ഞു പോയത് എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന ബൈബിള്. പിന്നെ ഇതെല്ലാം ആ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളും ഫോട്ടോസൊക്കെയാണ്. ഇനി ഇത് കണ്ടു, ഇത് അച്ഛൻ്റെ ശരിക്കും അച്ഛൻ്റെ മുറിയിലുണ്ടായിരുന്ന ക്രോസാണ് അല്ലേ? ഇപ്പം ഇങ്ങനത്തെ ക്രോസ് കാണാനില്ല, ഇങ്ങനെ ബ്രൗൺ തടിയുടെയൊക്കെ അല്ലേ നമ്മൾ കാണുന്നത്. ഇത് പഴയ മോഡലിലുള്ള ക്രോസാണ്. അച്ഛൻ്റെ മുറിയിൽ ഉണ്ടായിരുന്ന ക്രൂശിത രൂപമാണിത്. ഇത് കണ്ടോ, പിയാനോ കണ്ടോ, ഇതായത് ചവിട്ടോർഗൻ എന്നാണ് ഇത് പറയുന്നത്. ഈ താഴെ ആ സാധനം കണ്ടോ, അതിൽ ചവിട്ടിയിട്ട് വേണം ഇത് വായിക്കാൻ. അച്ഛൻ ഇത് ഉപയോഗിച്ചിരുന്നതാണ്, അച്ഛൻ പാടുമായിരുന്നു. ആ ഒരു ഓർമ്മയ്ക്ക് ഇത് സൂക്ഷിച്ചിരിക്കുന്നു. ഇത് കുർബാന കുപ്പായങ്ങൾ. ഇപ്പം ഇങ്ങനത്തെ അല്ലല്ലോ നമ്മൾ കാണുന്ന അച്ഛന്മാരുടെ, വളരെ വ്യത്യസ്തമാണ്. ഇത് അന്നത്തെ കാലത്തെ വർക്കുകളൊക്കെ കണ്ടോ, ഒത്തിരി ഗിൽറ്റും നല്ല ഭംഗിയില്ലേ. ഇത് അന്ന് ഉപയോഗിച്ചിരുന്ന ഇത്രയും സാധനങ്ങൾ. ഇത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന പഴയ കാലത്താണ്ട് ഊറാലിയൊക്കെ കണ്ടോ, പഴയ രീതിയിലുള്ള ആ ഒരു അതിൻ്റെ ഷേപ്പിനൊക്കെ കണ്ടോ വ്യത്യാസം കണ്ടോ. ഇത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന കസേരകളാണ്. ഇത് കണ്ടോ, ഈ ചാരു കസേരയിൽ അച്ഛൻ ഒത്തിരി സമയം മിക്കപ്പോഴും ഈ ചാരുകസേരയിൽ ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് വായിക്കുമായിരുന്നു. ഇതേ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ കണ്ടോ കളർ മാറിയേക്കുന്നുണ്ടോ. ശരിക്കും അച്ഛൻ ഇങ്ങനെ തല ചായച്ച് വെച്ച് കിടന്ന് വായിച്ച അത് ആ ഓർമ്മയിൽ ഈ ചാരുകസേര ഇവിടെ സൂക്ഷിച്ചിരിക്കണം. ഒത്തിരി സമയങ്ങളിൽ മിക്കപ്പോഴും വളരെ രാത്രിയാണേലും അച്ഛൻ ഇതിലിങ്ങനെ ചാരി കിടന്ന് പുസ്തകം വായിക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അച്ഛൻ വളരെ ജീനിയസും കൂടിയായിരുന്നു. ഇന്നിപ്പോൾ കുർബാനയ്ക്ക് അച്ഛന്മാർ ഉപയോഗിക്കുന്ന കാസ വളരെ വ്യത്യസ്തമല്ലേ, അതിൻ്റെ ഷേപ്പും എല്ലാം മാറി. ഇത് കണ്ടോ, ഇത് ശരിക്കും അന്ന് കുർബാന ലാറ്റിൻ ഭാഷയിലായിരുന്നു, ഇന്നത്തെ പോലെ മലയാളം അല്ലായിരുന്നു. അന്ന് കുർബാനയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലത്തീൻ കുർബാന പുസ്തകമാണ്. ഇത് പഴയ കാലത്ത് കുർബാന കുപ്പായങ്ങളാണ്. ഇത് നമ്മൾ കാണാത്ത തിരിക്കാലികൾ കണ്ടോ, മെഴുകുതിരി ഈ കാലുകൾക്കകത്ത് ഇങ്ങനത്തെ ഇപ്പം എല്ലാം ഇങ്ങനെ ഗ്ലാസ്സിലും അങ്ങനെയൊക്കെയല്ലേ കാണുന്നത്. ഇത് പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു തിരിക്കാലുകൾ. ഇതിനകത്താണ് മെഴുകുതിരി കുത്തി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഒരു സ്ഥലത്ത് പോകാൻ പോവുക. സ്ഥലം ഏതാന്ന് ഞാൻ പറയുന്നില്ല, അത് സർപ്രൈസാ. റെഡിയല്ലേ? പോവാം. നമ്മളിപ്പോൾ എവിടെ എത്തിയെന്നറിയോ? ഇതാണ് ലോറൻസ് അച്ഛൻ്റെ വീടായത്. അച്ഛൻ ജനിച്ചു വളർന്ന വീട്. ഇത് കണ്ടോ, അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാ. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? എന്നൊക്കെ കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ള അമ്മച്ചിയാണ്. അമ്മച്ചി ഒന്ന് പരിചയപ്പെട്ട എല്ലാവരും. പേരെന്താ? അമ്മച്ചിയുടെ പേര് റെജീന. ഇത് നമ്മുടെ ലോറൻസ് അച്ഛൻ്റെ സഹോദരൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നു. അമ്മച്ചിയുടെ വിവാഹം ആശീർവദിച്ചത് ലോറൻസ് അച്ഛനല്ലായിരുന്നു? അമ്മച്ചി ഏറ്റവും സ്വാധീനിച്ച അച്ഛൻ്റെ ഒരു നന്മ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വഭാവം? അച്ഛന് ഒരാവശ്യത്തിന് ഇവിടെ മരണാവശ്യത്തിനൊക്കെ വരും, അല്ലാണ്ടുള്ള കൊച്ചിങ്ങൾക്കുള്ള ജ്ഞാനസ്നാനം അടിയന്തരം ഒന്നിനും അച്ഛൻ വന്ന് കൂടൂല. അച്ഛൻ വരും, ഞാൻ വരികയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി അച്ഛൻ്റെ ചെറുപ്പകാലത്തെ ഏതെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ഒന്ന് പറയാവോ? അച്ഛൻ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂളിൽ പോകുന്ന സമയത്ത് പെൻസിലില്ലെന്ന് പറയും. അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും പറയും, നീ ക്ലാസ്സിൽ ചെന്ന് ആരുടെയെങ്കിലും കുട്ടികൾക്കിടെ പെൻസിൽ ഒടിച്ച് മേടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാണ് അച്ഛൻ എഴുതണതെന്ന് പറഞ്ഞ്. അങ്ങനെ
അങ്ങനെ ഒത്തിരി ചെറുപ്പകാലം അങ്ങനെയായിരുന്നു. ഈ അച്ഛൻ ശരിക്കും ജനിച്ചു വളർന്ന വീടാണല്ലോ ഇത്. ഞങ്ങൾക്ക് അകത്തൊന്ന് കയറി കാണണമെന്നുണ്ട്. ഞങ്ങൾ കയറിട്ടോ അകത്തേക്ക്. കണ്ടോ വീട് കണ്ടോ? നോക്കിയേ, ഇതിന്റെ റൂഫൊക്കെ കണ്ടോ? ഇങ്ങനത്തെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതാണ്, ഇവിടെയാണ് അച്ഛൻ ജനിച്ചു വളർന്ന വീടാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 150 വർഷത്തെ പഴക്കമുണ്ട് ഈ വീടിന് ഇപ്പോഴും. പക്ഷെ അത് ആ പഴമയിൽ തന്നെ അതിൻ്റെ പഴമയൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ സൂക്ഷിച്ചുകൊണ്ട്. ഈ കട്ടിൽ കണ്ടോ? ഇത് അച്ഛൻ കിടന്ന കട്ടില. അച്ഛൻ ശരിക്കും വൈദികനായി കഴിഞ്ഞാൽ, അമ്മച്ചി പറഞ്ഞു കേട്ടില്ല, വൈദികനായി കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ വരാറില്ല. പക്ഷെ അതിന് മുൻപ് നിങ്ങൾ കുട്ടികളായതുകൊണ്ട് അച്ഛൻ്റെ ബാല്യത്തെക്കുറിച്ചൊന്ന് പറയാം. അച്ഛൻ വീട്ടിലെ 7 മക്കളിൽ 6ാമത്തെ കുട്ടിയായിരുന്നു. പേതൃ അപ്പച്ചൻ്റെ പേര്, മറിയം എന്നായിരുന്നു അമ്മയുടെ പേര്. ഈ അച്ഛന് 3.5 വയസ്സുള്ളപ്പോൾ തന്നെ അപ്പച്ചൻ മരിച്ചു. പിന്നീട് അമ്മയും ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യയുമായിരുന്നു അച്ഛൻ്റെ ആധ്യാത്മിക കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഈ മൂത്ത ചേട്ടൻ്റെ ഭാര്യ ത്രേസ്യ, ആ ചേട്ടത്തിയായിരുന്നു ഈ വിശുദ്ധരുടെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെറുപ്പം മുതലേ ആ ഒരു ഈശോയോടുള്ള സ്നേഹത്തിലും പുണ്യത്തിലും വളരാനായിട്ടുള്ളൊരു പ്രചോദനം വീട്ടിൽ നിന്ന് തന്നെ അച്ഛന് കിട്ടിയിരുന്നു. പിന്നെ നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ കഥ കേട്ടതുപോലെ തന്നെ അച്ഛനും വീട്ടിലെ കാര്യങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ തന്നെ സഹായിക്കുമായിരുന്നു. ഈ കൊച്ചി ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നല്ല കിണറൊക്കെ കുഴിച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളം കിട്ടത്തില്ല. ചേറിൻ്റെ ചുവയായിരിക്കും, വെള്ളം അത്ര നല്ലതായിരിക്കത്തില്ല. അപ്പോൾ ഇവർ വീട്ടിൽ കഞ്ഞിയൊക്കെ വെക്കാൻ വേണ്ടി കുറച്ച് അകലെയുള്ളൊരു കുളത്തിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വരണമായിരുന്നു. അപ്പോൾ അച്ഛനൊക്കെ ഇതായിരുന്നു പ്രധാന ജോലി. വീട്ടിൽ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അതായിരുന്നു. ഈ പോയി വെള്ളമൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കഞ്ഞി വെക്കാനൊക്കെ ആയിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഈ അസുഖം, അച്ഛനെ പല വിധത്തിലുള്ള അസുഖം ഉണ്ടായിരുന്നു നമ്മൾ കേട്ടു. വളരെ കുഞ്ഞായിരിക്കുമ്പോഴും ആസ്മ രോഗം ഉണ്ടായിരുന്നു, വയറ്റിന് അസ്വസ്ഥതകളുണ്ടായിരുന്നു. മിക്ക ദിവസവും ക്ലാസ്സിൽ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ അസുഖമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ക്ലാസ്സിൽ കുറേ ദിവസം ആബ്സെൻ്റ് ആയിരുന്നെങ്കിലും ക്ലാസ്സിൽ ടോപ്പായിരുന്നു. പ്രത്യേക ഒരു ബുദ്ധിശേഷി അച്ഛനുണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കും. കുഞ്ഞു ക്ലാസ്സുകളിൽ മുതൽ വളരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഇത് ശരിക്കും ഒരു സർപ്രൈസ് അല്ലായിരുന്നു. നമുക്ക് ശരിക്കും പഴയ രീതിയിലുള്ള ജനലും ഉണ്ട്. നമുക്ക് തൊടാം, റൂഫിലൊക്കെ തൊടാൻ പറ്റും. തടിയാ. സന്തോഷായില്ലേ? നമ്മൾ മ്യൂസിയം ഒക്കെ കണ്ട് ഇനി അച്ഛൻ്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളും കൂടെ കേട്ടാലോ? അച്ഛനായി കഴിഞ്ഞ ആദ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ആലപ്പുഴ മൈനർ സെമിനാരിയിലായിരുന്നു. ആൻറ്റി നേരത്തെ പറഞ്ഞില്ല, അച്ഛൻ ഭയങ്കര ജീനിയസ് ആയിരുന്നു പഠിക്കുന്ന കാലത്ത്. ശരിക്കും ആ ഒരു കാലഘട്ടത്തിലൊക്കെ PhD ഒന്നും അങ്ങനെ ആർക്കും കിട്ടാറില്ലായിരുന്നു. PhD ഒക്കെ കിട്ടി. അങ്ങനെ ആദ്യമായിട്ട് സെമിനാരിയിൽ പ്രൊഫസറായിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ ഈ പള്ളിയിൽ വൈദികനായിട്ട് വന്നത്. ഇവിടെ ഈ കായലും അച്ഛൻ്റെ ജീവിതവും തമ്മിൽ വലിയൊരു ആത്മബന്ധമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അച്ഛന് വള്ളം ഉണ്ടായിരുന്നു, വള്ളത്തിലായിരുന്നു യാത്ര. ഒരു തവണ ഈ വള്ളത്തിൽ അച്ഛനിങ്ങനെ പോകുന്ന സമയത്ത് ശൗരി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ കൊച്ചിന് വസൂരി, അന്നൊക്കെ ഈ വസൂരിയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. വസൂരി രോഗം ബാധിച്ച് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ഈ കൊച്ചിനെ അച്ഛനിങ്ങനെ എടുത്ത് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എന്താ സംഭവിച്ചിട്ടുണ്ടാവും? അസുഖം മാറിയിട്ടുണ്ടാവും അല്ലേ? അസുഖമൊക്കെ മാറിക്കഴിഞ്ഞപ്പം ഈ ശൗരിച്ചേട്ടനും ഭാര്യയും കൂടെ സന്തോഷമായിട്ട് 2-3 മാമ്പഴമില്ലേ, മാമ്പഴമായിട്ട് അച്ഛന് കൊടുക്കാനായിട്ട് വന്നു. അച്ഛനൊരു പ്രത്യേകതയുള്ളത്, ആരെന്ത് സാധനം കൊണ്ടുപോകാം. കാരണം അന്നൊക്കെ ഇവിടെയുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ ശരിക്കും മീൻ പിടിച്ചും കൂലിവേല ചെയ്തും ഒക്കെയാണ് ജീവിക്കുന്നത്. മിക്ക ദിവസവും പട്ടിണിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ സാധനമൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ അച്ഛൻ ഇത് വാങ്ങിച്ചിട്ട് നിർബന്ധമായിട്ട് അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പൈസ കൊടുത്തു വിടുമല്ലോ. അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും മാമ്പഴം വാങ്ങി അച്ഛൻ പൈസ കൊടുത്താൽ വിട്ടത്. പിന്നെ ഈ കായലിൽ കൂടെ വള്ളത്തിൽ പോകുന്ന പോലെ അച്ഛൻ പിന്നെ റോഡിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന അച്ഛനൊരു സൈക്കിളുണ്ടായിരുന്നു. സൈക്കിളാവും അച്ഛൻ ഈ ചെറുപ്പത്തിലേ ഇങ്ങനെ പല രോഗം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, ശ്വാസം മുട്ട് വരുമായിരുന്നു. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ശ്വാസം മുട്ട് വരുമ്പോൾ അച്ഛന് ചവിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വലിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും കാറൊക്കെ ആയിട്ട് വന്ന് അവർ വണ്ടി നിർത്തിയിട്ട് പറയാം അച്ഛൻ്റെ അടുത്ത് അതിൽ കയറാൻ പറയുവാണെങ്കിൽ ഡ്രൈവേഴ്സൊക്കെ ഇറങ്ങി ഓടി വരും. ബസ്സാണെങ്കിൽ അത് നിർത്തി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയും ഇല്ല നിങ്ങൾ പൊക്കോന്ന് പറയും. അച്ഛൻ അതെല്ലാം കഴിഞ്ഞ് സാവകാശം ആ സൈക്കിളുമായിട്ട്
തിരിച്ചു വരാറുള്ളൂ. അത്രയും സിമ്പിളായിരുന്നു അച്ഛൻ. അങ്ങനെ പിന്നെ എത്ര അസുഖം ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആരെയും അറിയിക്കത്തില്ല. ഒരു ദിവസം അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഈ നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒരു വചനമുണ്ട്, ഒന്നാം ലേഖനത്തിൽ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നമ്മുടെ ഉള്ളിലുള്ളത് ആരാ? ഈശോ ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ? അച്ഛൻ ഇങ്ങനെ ഈ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഒരാൾ കടാരയായിട്ട് ഒരാളെ ഇട്ട് ഓടിക്കുക കുത്താനായിട്ട്. അപ്പോൾ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് അച്ഛനെ മോളിൽ നിന്ന് വിളിച്ചു. ഇയാൾ പെട്ടെന്ന് നിന്നു. കടാരയൊക്കെ ആയിട്ട് വളരെ ശാന്തമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ തർക്കം ഉണ്ടായിരുന്നവരുടെ, പ്രശ്നം ഉണ്ടായിരുന്ന, രോഗം ഉണ്ടായിരുന്നവരുടെയൊക്കെ ജീവിതത്തിൽ അച്ഛൻ ആശ്വാസമായിരുന്നു. പിന്നീട് അച്ഛൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ മീൻ പിടിക്കാൻ പോകുന്നത് കൂടുതലും പല മതസ്ഥരായിട്ടുള്ള ഹിന്ദുക്കളും, അവരെയൊക്കെ വീട്ടിൽ പലപ്പോഴും കഞ്ഞി വെക്കാൻ പോലും വകയുണ്ടാവത്തില്ല. അച്ഛൻ്റെ ഒരു സ്വഭാവമുണ്ട്, സായാഹ്ന സവാരി എന്നാണ് പറയുന്നത്. വൈകുന്നേരം ആകുമ്പോൾ അച്ഛൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് ഇവരുടെ വീടുകളിൽ കൂടെ അച്ഛൻ മനസ്സിലാകും. അങ്ങനെയുള്ള ഈ കഞ്ഞി വെക്കാത്ത വീടുകളിലൊക്കെ ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ പോക്കറ്റിൽ നിന്ന്, ലോഹയുടെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും പൈസ എടുത്ത് അവർക്ക് കൊടുത്തിട്ട് തിരിച്ചു പോരുമായിരുന്നു. പിന്നെ അച്ഛനെ കുറിച്ച് പറയുന്ന ഇതാണ്, ഏത് പാതിരാത്രി വന്ന് വിളിച്ചാലും അച്ഛൻ ഈ ലോഹ ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങത്തില്ല. എപ്പോൾ നോക്കിയാലും അതിനിപ്പോൾ രാത്രി ആരെങ്കിലും മരിക്കാൻ, രോഗിലേവന് കൊടുക്കാനൊക്കെ ചിലപ്പം ആ സമയത്ത് നമ്മൾ അച്ഛന്മാരെ പോയി വിളിക്കാറില്ലേ, അങ്ങനെ ആരെങ്കിലും വന്നാൽ പോലും അച്ഛനെ ഈ ഉടുപ്പിലേ കാണാറുള്ളായിരുന്നു. അപ്പം അച്ഛൻ എതിലേ പോയാലും, ഇപ്പോൾ വള്ളത്തിൽ കൂടെ പോകുമ്പോഴാണേലും സൈക്കിളിൽ കൂടെ പോകുകയാണേലും ആളുകളെല്ലാം വളരെ ഭവ്യതയോടെയായിരുന്നു അച്ഛനെ നോക്കിക്കണ്ടിരുന്നത്. അച്ഛൻ്റെ കബറിടമാണ്. നേരത്തെ നമ്മൾ കേട്ട പോലെ അച്ഛന് ചെറുപ്പം മുതലേ ഉള്ള അസുഖങ്ങൾ മരിക്കുന്നത് വരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും വയറ്റിനായിരുന്നു അസുഖം. അസുഖം കൂടിയ സമയത്ത് അന്ന് നമ്മൾ ഇന്നത്തെ പോലെ അത്രയും ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. ഈ കൊച്ചിയിലുള്ള ജനറൽ ആശുപത്രിയിലായിരുന്നു അച്ഛനെ അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ അച്ഛൻ്റെ വയറിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഓപ്പറേഷൻ ചെയ്യുമ്പം നമുക്ക് അനസ്തേഷ്യ കൊടുക്കാറില്ലേ? അച്ഛൻ പറഞ്ഞു, അച്ഛൻ അനസ്തേഷ്യ വേണ്ട, ആ വേദന സഹിച്ചോളാം, അച്ഛൻ അങ്ങനെ തന്നെ സർജറി നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ വയറ്റിന് ആദ്യം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അത് ശരിയായില്ല. രണ്ടാമത് വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ അച്ഛൻ്റെ അവസ്ഥ കൂടുതൽ മോശമായി. അങ്ങനെയാണ് 1961 ഫെബ്രുവരി 20 രാത്രി 8 മണിക്കാണ് അച്ഛൻ മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് ഈശോയെ, എൻ്റെ ഈശോയെ, ഈശോയെ, ഈശോയെ എന്ന് പറഞ്ഞാണ് അച്ഛൻ മരണത്തിലേക്ക് പോയത്. മരിച്ചു കഴിഞ്ഞ് അച്ഛൻ്റെ കബറിടം ഇവിടെ ആയതിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ഈ ഇടവക വികാരിമാരായിരിക്കുന്ന വൈദികർ മരിച്ചു കഴിഞ്ഞാൽ അവർ ജനിച്ചു വളർന്ന ഇടവക അവിടെയായിരിക്കും സാധാരണ രീതിയിൽ അടക്കാറുള്ളത്. പക്ഷേ അച്ഛൻ്റെ മരണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ സ്ഥലമായ മുണ്ടൻവേലിയിലുള്ള ആൾക്കാർ പറഞ്ഞു അവിടെ അടക്കണം എന്ന്. പക്ഷേ എടക്കൊച്ചിയിലുള്ളവർ പറഞ്ഞു അച്ഛൻ 33 വർഷം ഇവിടെയായിരുന്നു. പ്രത്യേകിച്ചും ഒത്തിരി മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ആളുകളും വലിയൊരു ജനക്കൂട്ടമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. അങ്ങനെയാണ് അച്ഛൻ്റെ ബോഡി ഇവിടെ അടക്കം ചെയ്തത്. വേറൊരു പ്രത്യേകത ഉള്ളത്, അച്ഛൻ കാണ്ടി സെമിനാരിയിലായിരിക്കുമ്പോൾ അച്ഛൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കാർഡിനൽ വലേറിയൻ ഗ്രേഷ്യസ്. അദ്ദേഹം ബോംബെയിൽ നിന്ന് കേരളത്തിൽ വന്നു. ഒരു സമയത്ത് വന്നപ്പം അദ്ദേഹത്തിന് ഇവിടെ സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു ആഗ്രഹം ഉണ്ടായി, ഇവിടെ കുർബാന അർപ്പിക്കണം എന്ന്. അങ്ങനെ ഈ ചാപ്പലിൽ ആദ്യമായിട്ട് കുർബാന അർപ്പിച്ചത് നമ്മുടെ മോൺസിഞ്ഞോറിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കാർഡിനലായ വലേറിയൻ ഗ്രേഷ്യസ് ആയിരുന്നു. അതിന് തുടർന്നാണ് പിന്നീട് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ കുർബാന അർപ്പിക്കാനായിട്ട് തുടങ്ങിയത്. അതാണ് ഈ ഖബറിടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഓർക്കാം. കാരണം ഈ ഫ്രണ്ട്ഷിപ്പിന് ഒത്തിരി വിലയുണ്ട് അല്ലേ? ഈശോ പറഞ്ഞത് എല്ലാവരെയും സ്നേഹിക്കാനല്ലേ. നമ്മളിപ്പം അച്ഛൻ്റെ ഖബറിടത്തിലിരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി പ്രാർത്ഥിക്കണം.
പോലെ ശാന്തമായി ഒഴുകിത്തീർന്ന ധന്യജീവിതം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയും സ്നേഹമാക്കി മാറ്റാൻ ലോറൻസ് അച്ഛൻ്റെ ജീവിതം നമുക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്കേവർക്കും നന്ദി. ബൈ.